പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരള പാഠാവലി 9ാം ക്ലാസ്സിൻ്റെ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, താഴെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. അപ്പോൾ വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത്? അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കി എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്ത്? അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കി എന്ന പ്രയോഗത്തിലൂടെ അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അതായത് സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശക്തമായ ഇടപെടലുകളിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളിൽ പുരോഗമനപരമായ മാറ്റം വന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ ശക്തമായ ഇടപെടലുകളിലൂടെ വിദ്യാഭ്യാസത്തിലും മറ്റുള്ള അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വളരെ മോശമായിരുന്ന ജീവിത സാഹചര്യങ്ങളിലും പുരോഗമനപരമായൊരു മാറ്റം വന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തത്, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ കൂട്. ബന്ധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കൂട് ബന്ധനമാണെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കൂട്ടിലടച്ചിട്ട് പക്ഷിമൃഗാദികളെ സ്നേഹിച്ചു വളർത്തുന്നതിൽ എന്തില്ല? അർത്ഥം ഇല്ല. കാരണം സ്വാതന്ത്ര്യത്തെക്കാൾ അമൂല്യമായി മറ്റൊന്നും ഇല്ല. സ്വർണം കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും കൂട് എന്താണ്? അസ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം തന്നെയാണെന്നാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്നു വീണു തുടങ്ങി. അത് കണ്ട് ഞാൻ ഗാനം നിർത്തി. അതെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ പാടുകയുള്ളൂ എന്ന് വിളിച്ചു പറയുകയും ചെയ്തു. ഇത് അർത്ഥവ്യത്യാസം വരാതെ ഇത് 2-3 സെന്റൻസ് പോലെ ഇരിക്കുന്നത് അല്ലേ? ഒറ്റ വാക്യമായിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതാൻ നോക്കാം. അതായത് ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്നു വീണു തുടങ്ങിയത് കണ്ട്. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? തുടങ്ങി അത് കണ്ടെന്നാണ്. വീണു തുടങ്ങിയത് കണ്ട്, അത് ചുരുക്കി എഴുതാം അല്ലേ? തുടങ്ങിയത് കണ്ട് എന്ത് സംഭവിച്ചു? ഞാൻ ഗാനം നിർത്തി, അതെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ പാടുകയുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞു. അതെല്ലാം പെറുക്കിയെടുത്തതിനു ശേഷമേ പാടുകയുള്ളൂ എന്ന് വിളിച്ചു പറയുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം പെറുക്കിയെടുത്തതിന് ശേഷമേ പാടുകയുള്ളൂ എന്ന് പറയുകയും വിളിച്ചു പറഞ്ഞു, പാടുകയുള്ളൂ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ചുരുക്കി എഴുതാനാണ് പറഞ്ഞത്. അടുത്ത വ്യത്യാസം വരാതെ ചുരുക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ, താഴെയുള്ള ചോദ്യങ്ങളിൽ 4 ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ചുവന്ന ശംഖു പോലെ മണ്ണിൽ കമഴ്ന്നു കിടക്കുന്ന കൂറ്റൻ കിഴങ്ങുകൾ. അവർക്ക് അതിലൊന്നും അതിശയം തോന്നിയില്ല. കുട്ടികൾക്ക് അതിശയം തോന്നാതിരുന്നതിന് കാരണം എന്ത്? എന്തായിരിക്കും അത്? അങ്ങനെ നല്ല കൂറ്റൻ കിഴങ്ങുകളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അതിലൊന്നും അതിശയം കുട്ടികൾക്ക് തോന്നാതിരിക്കാൻ കാരണം എന്താണ്? എല്ലാവർക്കും നല്ല വിളവ് കിട്ടിയത് കൊണ്ട്, രാപ്പകലില്ലാതെ അധ്വാനിച്ചത് കൊണ്ട്, നഷ്ടങ്ങളെപ്പറ്റി ആലോചിക്കുകയോ ആകുലപ്പെടാതിരിക്കുകയോ ചെയ്തതുകൊണ്ട്, മധുരക്കിഴങ്ങ് ആദ്യമായി കണ്ടതുകൊണ്ട്. ഇതിലേതായിരിക്കും ഉത്തരം ശരി? ശരിയായ ഉത്തരം നഷ്ടങ്ങളെ പറ്റി ആലോചിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യാത്തത് കൊണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അതിശയമൊന്നും തോന്നാതിരുന്നത്. നഷ്ടങ്ങളെ പറ്റി ആലോചിക്കുകയോ ആകുലപ്പെടുകയോ ചെയ്യാത്തത് കൊണ്ടാണ്. ഇനി, അപ്പോഴും അതിന്റെ കണ്ണുകളിൽ ആ പഴയ ഭാവം തെളിയുന്ന കണ്ട് ആളുകൾ ചിന്താക്കുഴപ്പത്തിലായി. തത്തയുടെ മുഖഭാവം എന്തായിരുന്നു? തത്തയുടെ മുഖഭാവം ഇതിൽ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാത്സല്യഭാവം, ദീനഭാവം, ഭയം. ഏതാണ്? ഇതിലേതാണ് ശരിയായ ഉത്തരം? ദീനഭാവം. ഏതാണ്? ദീനഭാവം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഇനി, താഴെ കൊടുത്തവയിൽ ശരിയായി പിരിച്ചെഴുതിയത് ഏത്? കഞ്ഞിക്കലവും കുഞ്ഞിക്കലവും, കറിച്ചട്ടി. ആരാണിങ്ങനെ? ആരാണ് ഇങ്ങനെ? അറിയണമെങ്കിൽ, അപ്പൊ കുഞ്ഞിക്കലം എന്നുള്ളത് എന്താണ്? കുഞ്ഞി പ്ലസ് കലം, കുഞ്ഞിക്കലം അല്ലെ? കുഞ്ഞിക്കലം. എന്നുള്ളത് ഉന്നാക്കി. അപ്പൊ ഇതാണ് ശരിയായ പിരിച്ചെഴുതിയിരിക്കുന്നത്.
അതെങ്ങനെയാണെന്നൊന്നും ആർക്കും ഉറപ്പില്ല. എങ്കിലും അവരുടെ സ്വപ്നങ്ങളിൽ അതുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഖദീജ മുംതാസ് ഇവിടെ പറയുന്നത്? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെക്കുറിച്ച്, ഘോഷയാത്രയെക്കുറിച്ച്, സ്വാതന്ത്ര്യദിന സന്ദേശത്തെക്കുറിച്ച്, സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണത്തെക്കുറിച്ച്. ഏതാണ്? സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണത്തെക്കുറിച്ചാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ സാന്നിധ്യം വമ്പിച്ച കരാഘോഷത്തിന് കാരണമായി. ആരുടെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ചാപ്ലിന്റെ ആത്മകഥയിൽ പറയുന്നത്? കൊച്ചു ചാപ്ലിൻ അമ്മയുടെ ഗായക സംഘത്തിന്റെ മാനേജറുടെ. ആരുടെ സാന്നിധ്യമാണ്? അമ്മയുടെ സാന്നിധ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, താഴെയുള്ള ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭക്ഷണവുമായി ഇനി ഒരിക്കലും അമ്മ വരില്ലെന്ന് മനസ്സിലായപ്പോൾ 8 വയസ്സുകാരനായ സുജിത്ത് മെല്ലെ പുറത്തിറങ്ങി. അവൻ അനുജത്തിയെ തോട്ടിൽ കൊണ്ടുപോയി തണുത്ത വെള്ളത്തിലിരുത്തി കുളിപ്പിച്ചു. തലമുടി തോർത്തി കൊടുത്തു. മരണത്തെയും അനാഥത്തെയും ആ കുട്ടികൾ മെല്ലെ മെല്ലെ അതിജീവിക്കുന്നത് ഗ്രാമം കൂരിത്തരിപ്പോടെ നോക്കി നിന്നു. മധുരക്കിഴങ്ങിന്റെ രുചി എന്ന കഥയിൽ നമ്മെ ഏറെ ആകർഷിക്കുന്ന കഥാപാത്രമാണ് സുജിത്ത്. ഈ കഥാപാത്രത്തിന് കഥയിലുള്ള സ്ഥാനം, അവൻ നേരിട്ട ജീവിത പ്രതിസന്ധികൾ, അതിനെ മറികടന്നത്, ഇവയെല്ലാം വിലയിരുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാരക്ടർ സ്കെച്ച്, അതായത് ആരുടെയാണ് ആ കുട്ടിയുടെ, സുജിത്ത് എന്ന കുട്ടിയുടെ കഥാപാത്രത്തിന് ആ കഥയിലുള്ള സ്ഥാനവും അവൻ നേരിട്ട പ്രതിസന്ധികളും അവൻ എങ്ങനെയാണ് മറികടന്നതെന്നും ഒക്കെ വിലയിരുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സുജിത്തിനെ കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം എങ്ങനെ തയ്യാറാക്കാം നമുക്ക് നോക്കാം. നോക്കൂ, അനാഥത്തെയും ദാരിദ്ര്യത്തെയും കഠിനാധ്വാനം കൊണ്ട് മറികടക്കുന്ന കുട്ടിയാണ് സുജിത്ത്. അമ്മയും അമ്മൂമ്മയും മരിച്ച് ആരും ആശ്രയമില്ലാതെ കഴിയേണ്ടി വന്ന സാഹചര്യത്തിൽ ജീവിതം തിരികെ പിടിക്കാനായി സ്വയം അധ്വാനിക്കാൻ ഇറങ്ങുകയാണ് അവൻ. ഒപ്പം തൻ്റെ കൊച്ചനുജത്തിക്ക് ഒരമ്മയുടെ സ്നേഹവും കരുതലും നൽകുന്നുമുണ്ട്. വരാനിരിക്കുന്ന വറുതിയുടെ നാളുകളെ മറികടക്കാനാണ് അവൻ മധുരക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. തൂമ്പ പിടിക്കാൻ പ്രായമായപ്പോൾ സുജിത്ത് അധ്വാനിക്കാൻ തുടങ്ങി. ഉറുമ്പ് അരിമണി കൊണ്ടുപോകുന്നത് പോലെ സുജിത്തും അനുജത്തിയും കുടത്തിൽ വെള്ളം മുക്കിയെടുത്ത് അവർ നട്ട മധുരക്കിഴങ്ങു വള്ളികൾ നനച്ചു. അത് വളർന്ന് പണം ഉണ്ടാക്കി തരുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. മധുരക്കിഴങ്ങുകൾ തങ്ങളുടെ വിശപ്പ് അകറ്റുന്നതിനെ കുറിച്ചായിരുന്നു അവന്റെ ചിന്ത. കാരണം അവൻ അനുഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അനാഥത്വവും വിശപ്പുമായിരുന്നു. ആരുടെ മുന്നിലും കൈ നീട്ടാതെ അധ്വാനിച്ച് അന്നത്തിനുള്ള വക നേടാനുള്ള അവന്റെ മനോഭാവം കണ്ടാണ് ചെറിയാനേട്ടൻ തന്റെ കൃഷിസ്ഥലം വിട്ടുകൊടുക്കുന്നത്. മധുരക്കിഴങ്ങ് വള്ളികൾക്ക് രോഗം ബാധിച്ചതുകൊണ്ട് കർഷകർ കൃഷി ഉപേക്ഷിച്ചപ്പോഴും സുജിത്തും അനുജത്തിയും മധുരക്കിഴങ്ങ് വള്ളികൾ നനച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ വിളവെടുത്തപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ നട്ട കിഴങ്ങുവള്ളികളിൽ ശംഖുകളെപ്പോലെ തടിച്ച കിഴങ്ങുകൾ മണ്ണിനടിയിൽ വിളഞ്ഞിരുന്നു. സ്നേഹവും കരുതലും ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും അതുപോലെ അധ്വാനത്തിന്റെ മഹത്വവും കൊണ്ട് നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ച കഥാപാത്രമാണ് ആര്? സുജിത്ത്. അപ്പൊ ഇങ്ങനെയാണ് സുജിത്തിനെ കുറിച്ച് ഒരു കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്തത്, ഐഷുവും കൂട്ടുകാരും ഹെഡ് മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു. എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെ പറ്റി, സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെ പറ്റി, പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെപ്പറ്റി, പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് എല്ലാം അടങ്ങിയ സന്ദേശം പ്രസംഗം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൈടക്കി ഉയർത്തി ജയ്ഹിന്ദ് എന്നുച്ചരിച്ചപ്പോൾ അത് കുട്ടികളിൽ ആവേശത്തിന്റെ ഒരു തിരി ഉയർത്തിയ ശേഷം സ്കൂൾ അങ്കണത്തിലെ കൊടി മരത്തിലേക്ക് ചിറകു കുടഞ്ഞു കയറി. പതാകയ്ക്ക് സല്യൂട്ട്. എന്തൊരു അഭിമാനം, എന്തൊരു ആഹ്ലാദ നിമിഷം. നോവൽ ഭാഗം വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന വിഷയത്തിൽ പ്രഭാഷണം, അതായത് പ്രസംഗം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. വിഷയം എന്താണ്? സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം. എങ്ങനെയാണ് ഒരു പ്രസംഗം തയ്യാറാക്കുക അല്ലെങ്കിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം. ബഹുമാന്യരെ, കാലങ്ങളോളം അടിച്ചമർത്തപ്പെട്ട് കഴിഞ്ഞവരാണ് ഭാരതീയരായ നമ്മൾ. രാജാക്കന്മാരിലും സാമന്ത പ്രഭുക്കന്മാരാലും ജമ്മിമാരാലും അടിമകളാക്കപ്പെട്ടു കഴിഞ്ഞിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. യൂറോപ്യൻ വ്യാപാരികളെ പിന്തുടർന്ന് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷുകാർ വ്യാപാരത്തിലൂടെ ഇവിടെ ആധിപത്യം ഉറപ്പിച്ചു. നാട്ടുരാജ്യങ്ങൾ കീഴടക്കി നമ്മളെ അടിമകളാക്കി. അഭിപ്രായ സ്വാതന്ത്ര്യവും വസ്ത്ര സ്വാതന്ത്ര്യവും എല്ലാം നഷ്ടപ്പെട്ട നാം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങി.
മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ശക്തരായ നേതാക്കളുടെ പിന്നിൽ ഭാരതീയരൊന്നാകെ അണിനിരന്നു. നിസ്സഹകരണ പ്രസ്ഥാനങ്ങളിലൂടെ, അഹിംസാ മാർഗങ്ങളിലൂടെ ദീർഘകാലത്തെ പോരാട്ടത്തിനൊടുവിലാണ് നാം സ്വാതന്ത്ര്യത്തിന്റെ മധുരം നുകർന്നത്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളുടെയും രാജ്യത്തിനായി അവർ നടത്തിയ പോരാട്ടങ്ങളെയും ഓർമ്മിക്കാനുള്ള അവസരമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് നിരവധി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമായിരുന്നില്ല, സാമ്പത്തികവും സാമൂഹികവുമായ സമത്വം കൂടിയായിരുന്നു അവർ സ്വപ്നം കണ്ടത്. ഇന്നും ചിലയിടങ്ങളിലെങ്കിലും നിലനിൽക്കുന്ന സാമൂഹിക വിവേചനം ഇല്ലാതാക്കിയാലേ ഇന്ത്യ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുകയുള്ളൂ. വർണ്ണ, വർഗ, സാമ്പത്തിക, സാമൂഹിക വിവേചനങ്ങൾക്കെതിരായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. ദാരിദ്ര്യം അനുഭവിക്കുന്നവരില്ലാത്ത എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കപ്പെടുന്ന ഒരു ഇന്ത്യ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. ജയ് ഹിന്ദ്. ഇത്രയും പറഞ്ഞ് നിങ്ങളുടെ പ്രഭാഷണം നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിത വായിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് കവിത? വീഴാത്ത പൂവ്. വേലിപ്പടർപ്പിൽ ഒരു പൂവുണ്ട്, വഴിയെ പോകുന്നവർക്കെല്ലാം മഞ്ഞുനീരിൽ കുതിർന്ന മന്ദസ്മിതം കൈമാറുന്ന ചെറിയ പൂവ്. കാറ്റിന് അതിന്റെ വാസന ഇഷ്ടമല്ല. പാവം തോന്നിയിട്ടായിരിക്കണം, ആരും അതിനെ നുള്ളിയെടുക്കാറുമില്ല. സ്കൂൾ കുട്ടികൾക്കും വിലാപയാത്രക്കാർക്കും കാർബൺ കമ്പനിയിലെ സൈറൻ വിട്ടിറങ്ങുന്നവർക്കും ഒരേ ചിരി സമ്മാനിച്ചുകൊണ്ട് അതങ്ങനെ നിൽക്കും. ആ വഴി പോകാറുള്ള ഭ്രാന്തൻ വേലായുധനോ പാത്തുമ്മയുടെ ആടോ അതിനെ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. പട്ടുചിറക് ധരിച്ച ശലഭങ്ങളൊന്നും ആ വേലിപ്പടർപ്പിലേക്ക് പറന്നിറങ്ങാറുമില്ല. പൂവിനിപ്പോഴും വലിയ നാണമാണ്. പേര് ചോദിച്ചാൽ പറയാതെ അതേ മന്ദസ്മിതമാണ്. മോഹനകൃഷ്ണൻ കാലടിയുടെ ഒരു കവിതയാണിത്. ഇതിനെക്കുറിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കവിത ആരുടേതാണ്, എന്താണ് കവിതയുടെ പേര്, അതൊക്കെ തുടക്കത്തിൽ വേണം. നമുക്ക് എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണമെന്ന് നോക്കാം. അവഗണനയുടെ വേദനയിലും പുഞ്ചിരി തൂകുന്ന മനുഷ്യരെ പോലെയാണ് കവിതയിലെ പൂവ്. വേലിപ്പടർപ്പിൽ എല്ലാവർക്കും കാണാനാവുന്ന വിധമാണ് അത് നിൽക്കുന്നത്. മഞ്ഞിൽ കുതിർന്ന ഒരു പുഞ്ചിരി അത് ചുണ്ടിൽ എപ്പോഴും കാത്തുവച്ചിട്ടുണ്ട്. ആരെയും ആകർഷിക്കുന്നതല്ല അതിന്റെ മണം. അതുകൊണ്ട് തന്നെ സർവ്വവ്യാപിയായ കാറ്റിനു പോലും അതിന്റെ അടുത്തേക്ക് പോകാറില്ല. ഭംഗിയും നിറവും കുറവായതുകൊണ്ടാകണം ആരും അതിനെ നുള്ളിയെടുക്കാറുമില്ല. ഇങ്ങനെ അവഗണിക്കപ്പെടുമ്പോഴും ആ വഴി പോകുന്ന സ്കൂൾ കുട്ടികൾക്കും വിലാപയാത്രക്കാർക്കും കാർബൺ കമ്പനിയിലെ ജോലി കഴിഞ്ഞിറങ്ങുന്നവർക്കുമെല്ലാം ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ആ പൂവ് കൊഴിയാതെ നിന്നു. ഭ്രാന്തൻ വേലായുധനോ പാത്തുമ്മയുടെ ആടോ അതിനെ ശ്രദ്ധിച്ചില്ല എന്ന് കവി പറയുന്നു. ടിയുടെയും ബഷീറിന്റെയും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണിവർ. പട്ടുപോലെ മനോഹരമായ ചിറകുകളുമായി പാറി നടക്കുന്ന പൂമ്പാറ്റയും ആ പൂവിനെ പരിഗണിച്ചില്ല. അത് നിൽക്കുന്ന വേലിപ്പടർപ്പിലേക്കും അവ കയറിയില്ല. ഇതിലൊന്നും പരിഭവമില്ലാതെ നാണത്തോടെ ചെറുചിരിയോടെ നിൽക്കുകയാണ് ആ പൂവ്. എല്ലാവരും നോക്കി പുഞ്ചിരിക്കുമ്പോഴും ആരും പരിഗണിക്കാത്തതിന്റെ വേദന പൂവിന്റെ ഉള്ളിലുണ്ട്. അത് പുറമേ കാണിക്കാതെ എല്ലാറ്റിനെയും സ്നേഹിക്കുകയാണ് പൂവ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന ഈ കവിതയിലെ ഒറ്റപ്പെടലിന്റെ വേദനയും ആ പൂവിന്റെ ഉള്ളിലുണ്ടാവുന്ന ആരും പരിഗണിക്കാത്തതിന്റെ സങ്കടവും പക്ഷെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിച്ച് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുന്ന കാര്യവുമാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. നെക്സ്റ്റ്, താഴെ വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തത്തക്കൂട് എന്ന ശീർഷകം കഥയ്ക്ക് എത്രമാത്രം ഉചിതമാണ്? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കുറിക്കുക. തത്തക്കൂട് എന്ന ശീർഷകം ഈ കഥയ്ക്ക് എത്രമാത്രം ഉചിതമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ഔചിത്യം വിശദമാക്കി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ നമുക്ക് ആ നിരീക്ഷണങ്ങൾ എഴുതാം? പ്രിയപ്പെട്ടവർ കൂട്ടില്ലാത്ത ഒരാൾക്ക് തത്തക്കൂട്ടാകുമെന്നാണ് തത്തക്കൂട്ട് എന്ന കഥയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. പല മൃഗങ്ങളെയും പക്ഷികളെയും മനുഷ്യർ വീട്ടിൽ വളർത്താറുണ്ട്. അവയുമായി ആത്മബന്ധവും ഉണ്ടാകാറുണ്ട്. ഏകാകികൾക്ക് വളർത്തു മൃഗങ്ങളും പക്ഷികളും കൂട്ടാകുന്ന സന്ദർഭവും ധാരാളമുണ്ട്. തത്തക്കൂട്ട് എന്ന കഥയിൽ തത്തയുമായി കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും കൂട്ടുകൂടുകയാണ്. അപ്പൊ ആരൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ? കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും. മക്കളും പേരക്കുട്ടികളും കൂടെ ഇല്ലാത്ത അവർക്ക് തത്തയാണ് കൂട്ടും ആശ്വാസവുമായി മാറുന്നത്. തത്തയും അവർക്ക് സ്നേഹം തിരിച്ചു നൽകുന്നു. പേരക്കുട്ടികൾ കാണിക്കുന്ന കുസൃതികൾ തത്ത ഒപ്പിക്കുന്നുമുണ്ട്. തത്തയ്ക്ക് കുട്ടിക്കൃഷ്ണന്റെ ഒറ്റപ്പെടലും വേദനയും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് കഥാവസാനം നാം തിരിച്ചറിയുന്നു. കൂട് തുറന്നു വിട്ടിട്ടും തത്ത പറന്നു പോകുന്നില്ല. അയാളെ ആശ്വസിപ്പിക്കുന്ന തത്തയെ നാം കാണുന്നു. ഭാര്യ മരിച്ച് തനിച്ചായപ്പോഴും കുട്ടിക്കൃഷ്ണന് തത്ത മാത്രമാണ് കൂട്ടായിട്ടുള്ളത്. മനുഷ്യനും
മനുഷ്യനും തമ്മിലുള്ളത് മാത്രമല്ല, മനുഷ്യരും മറ്റു ജീവജാലങ്ങളും തമ്മിലുള്ള ബന്ധവും ആഴത്തിലുള്ളതാണ്. അതുകൊണ്ട് തത്തക്കൂട്ട് എന്ന ശീർഷകം തികച്ചും ഉചിതമാണ്. അപ്പൊ ഈ ഹെഡിങ്ങിന്റെ അല്ലെങ്കിൽ തലക്കെട്ടിന്റെ ഔചിത്യം എത്രയാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ നിരീക്ഷണങ്ങൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ. കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന കവിതയിൽ അടിസ്ഥാന വിഭാഗത്തിന്റെ ജീവിതാവസ്ഥകളിലുണ്ടായ മാറ്റങ്ങളാണ് അവതരിപ്പിക്കുന്നത്. കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ഏത് കവിത തന്നെയാണ്? കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. നോക്കാം എങ്ങനെയാണ് കവിത വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുന്നത് നോക്കാം. നോക്കൂ, നൂറ്റാണ്ടുകളോളം അടിമകളും തൊട്ടുകൂടാത്തവരുമായി കഴിഞ്ഞ ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. കേരളത്തിൽ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ഈ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ. സമൂഹത്തിലെ അധികൃതരെന്ന് കൽപ്പിച്ച് മാറ്റി നിർത്തിയവരിലേക്ക് അറിവിന്റെ വെളിച്ചം, അതായത് വിദ്യാഭ്യാസം കടന്നു വന്നപ്പോൾ അവരുടെ ജീവിതം സമഗ്രമായി മാറി. ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കൾ നടത്തിയ നവോത്ഥാന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്ന വെളിച്ചമാണ് സമൂഹത്തിൽ വന്ന മാറ്റത്തിനു കാരണം. വീടിനുണ്ടായ മാറ്റങ്ങൾ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായി കവി തിരിച്ചറിയുന്നു. നൂറ്റാണ്ടുകളോളം അടിമകളായി തൊട്ടുകൂടാത്തവരും തീണ്ടുകൂടാത്തവരുമായി കഴിഞ്ഞ ഒരു ജനത സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തുകയും അവരുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലെത്തി അറിവിന്റെ മധുരം നുണയുകയും ചെയ്തു. ഒരു കാലത്ത് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം അപ്രാപ്യമായിരുന്നു. സ്കൂളുകളിൽ അവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അക്ഷര വെളിച്ചം ലഭിച്ചതോടെ കുഞ്ഞുങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ദാരിദ്ര്യവും അനാരോഗ്യകരമായ ചുറ്റുപാടുകളും മാറി. മുറ്റം വൃത്തിയും വെടിപ്പും ഉള്ളതായി. കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലേക്ക് വാതിൽ തുറക്കുന്നതാണ് ഈ കവിത. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ. അതായിരുന്നു എൻ്റെ അരങ്ങേറ്റം. അമ്മയുടെ അരങ്ങൊഴിയിലും ചാർലി ചാപ്ലിന്റെ അരങ്ങേറ്റത്തിന് ഇടയായ സാഹചര്യം എന്തായിരുന്നു? ചാർലി ചാപ്ലിന്റെ അമ്മ സ്റ്റേജിൽ പാട്ട് പാടുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ശബ്ദമിടറുകയോ അതൊരു മന്ത്രണമായി പരിണമിക്കുകയോ ചെയ്യും. അപ്പോൾ കാഴ്ചക്കാർ ചിരിക്കാനും കൂവാനും തുടങ്ങും. വാടക വീട്ടിൽ ചാപ്ലിനെ തനിച്ചാക്കി പോകാൻ താല്പര്യമില്ലാത്തതിനാൽ അമ്മ അവനെയും തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത് പതിവായിരുന്നു. അൾഡർഷോട്ടിലെ ക്യാൻറ്റീൻ തിയേറ്ററിൽ വെച്ച് ഒരു പരിപാടിക്കിടെ അമ്മയുടെ ശബ്ദമിടറുകയും അതൊരു പിറുപിറുപ്പായി മാറുകയും ചെയ്തപ്പോൾ കാണികൾ ചിരിക്കാനും കളിയാക്കാനും തുടങ്ങി. അമ്മയ്ക്ക് വേദി വിട്ട് പോരേണ്ടി വരികയും ചെയ്തു. ഈ സമയം വേദിയുടെ പാർശ്വഭാഗത്ത് നിൽക്കുകയായിരുന്ന ചാപ്ലിൻ ആളുകൾ ചിരിക്കാനും കളിയാക്കാനും തുടങ്ങിയപ്പോൾ മാനേജർ ചാപ്ലിനെ വേദിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോയി സംഗീതോപകരണങ്ങളുടെ അകമ്പടിയോടെ ആ സ്റ്റേജിൽ ചാപ്ലിൻ പാടാൻ തുടങ്ങി. ഗാനം പാതിയായപ്പോൾ സ്റ്റേജിലേക്ക് പണം വന്ന് വീണു തുടങ്ങി. തികച്ചും സ്വാഭാവികമായി ചാപ്ലിൻ കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. അമ്മ ഐറിഷ് മാർച്ച് ഗാനം ആലപിക്കുന്നതുൾപ്പെടെ പല അനുകരണങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതായിരുന്നു ചാപ്ലിന്റെ അരങ്ങേറ്റം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാർദ്ധക്യവും ഒറ്റപ്പെടലും വികാരതീവ്രമായി ആവിഷ്കരിച്ച കഥയാണ് തത്തക്കൂട്ട്. അഭിപ്രായം സമർത്ഥിക്കുക. വാർദ്ധക്യവും ഒറ്റപ്പെടലും വികാരതീവ്രമായി ആവിഷ്കരിച്ച കഥയാണ് തത്തക്കൂട്ട്. അതിന്റെ അഭിപ്രായം സമർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും ഒരു തത്തയുമാണ് തത്തക്കൂട്ട് എന്ന കഥയിലെ കഥാപാത്രങ്ങൾ. കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും വാർദ്ധക്യത്തിലെത്തിയവരാണ്, വയസ്സായവരാണ്. അവരുടെ മക്കൾ വിദേശത്താണ്. പേരക്കുട്ടികളുടെ മുഖം പോലും അവരുടെ മനസ്സിലില്ല. അത്രയും കാലമായി അവർ കൊച്ചുമക്കളെ കണ്ടിട്ട് എന്നർത്ഥം. മക്കളും പേരക്കുട്ടികളും ഇല്ലാത്ത അവരുടെ ലോകത്തേക്കാണ് ഒരു തത്തക്കുഞ്ഞ് എത്തുന്നത്. അവർ അതിന് അച്ഛനമ്മമാരായി. ആ തത്ത അവരുടെ ജീവിതത്തിന് നിറം പകർന്നു. അവരോട് കുറുമ്പ് കാട്ടിയും കൊച്ചു വർത്തമാനം പറഞ്ഞും തത്ത അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി. അപ്രതീക്ഷിതമായിട്ടാണ് ഭാഗ്യം മരിക്കുന്നത്. അതോടെ കുട്ടിക്കൃഷ്ണൻ തീർത്തും ഒറ്റപ്പെടുന്നു. അതായത് ഭാഗ്യം മരിക്കുകയും കുട്ടിക്കൃഷ്ണൻ വീണ്ടും ഒറ്റപ്പെടുകയും ചെയ്യുന്നു. 41 വർഷം തുണയായി കൂടെ ജീവിച്ച ഭാര്യയുടെ മരണം അയാൾക്ക് ഉണ്ടാക്കിയ ആഘാതം അത്ര വലുതായിരുന്നു. ആ ആഘാതമാണ് ആകെയുള്ള കൂട്ടായ തത്തയോട് പറന്നു പോയിക്കൊള്ളാൻ പറയാൻ അയാളെ പ്രേരിപ്പിക്കുന്നത്. വാർദ്ധക്യ ജീവിതത്തിന്റെ ഏകാന്തതയാണ് ഈ കഥയുടെ അന്തർധാര. ഇത്തരം ജീവിതങ്ങളിൽ നിന്നും നമുക്ക് ചുറ്റും നിരവധി കാണാൻ കഴിയും. അപ്പൊ കുട്ടിക്കൃഷ്ണന്റെ ഏകാന്തതയും വാർദ്ധക്യത്തിലുണ്ടായ അവരുടെ ഇതൊക്കെയാണ് ഈ കഥയിൽ പറയുന്നത്. തത്ത കൂട്ടായി വരുന്നതും അതിനെക്കുറിച്ചെല്ലാമാണ് ഈ കഥയിൽ പറഞ്ഞു വെക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരതന്നെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഈ വരികളെ അർത്ഥവത്താക്കുന്നതായിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം. നിങ്ങളുടെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കുക. കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കുറിപ്പ് തയ്യാറാകുന്നത് നോക്കാം. ജാതിയുടെയോ മതത്തിന്റെയോ പേരിലുള്ള വിദ്വേഷമില്ലാതെ എല്ലാവരും സാഹോദര്യത്തോടെ കഴിയുന്ന മാതൃകാസ്ഥാനം എന്നാണ് നമ്മുടെ നാടിനെ ഗുരു വിശേഷിപ്പിച്ചത്. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആരെയും മാറ്റി നിർത്തരുത് എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. താൻ നേതൃത്വം നൽകിയ യോഗത്തിൽ മറ്റുള്ളവരിൽ നിന്ന് അകന്നു മാറിയിരുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളിയെ കൊണ്ട് അദ്ദേഹം ആശങ്കാകുലനായി. അവരിൽ നിന്നും 2 കുട്ടികളെ തന്റെ ഇരുവശവും വിളിച്ചിരുത്തി അവർ ഇങ്ങനെ വേർതിരിഞ്ഞിരിക്കേണ്ടവരല്ല എന്നും അവരും മറ്റുള്ളവരും സമന്മാരാണെന്ന് തോന്നൽ ഉണ്ടാകണമെന്നും അവിടെ കൂടിയിരുന്നവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മറ്റുള്ളവരെ പോലെ അവരും ദൈവത്തിന്റെ മക്കളാണെന്ന് പറഞ്ഞ് അവരെ ചേർത്തിരുത്തുമ്പോൾ ഗുരുവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. ജാതിയുടെ നിരനിർദ്ധകത വെളിപ്പെടുത്തുന്നതായിരുന്നു ഗുരുവിന്റെ വാക്കുകളും പ്രവൃത്തിയുമെല്ലാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അച്യുതാമ്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിത എരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത്. കഥയിലെ ഈ വാക്യത്തിന്റെ അർത്ഥതലം കണ്ടെത്തുക. എന്താണ്? അച്യുതമ്മാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയുടെ ചിത എരിയുന്ന നേരത്താണ് എനിക്ക് മടങ്ങാൻ കഴിഞ്ഞത്. അതായത് അച്യുതമാമയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ഞായറാഴ്ചയും മാധവൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തിനോട് അച്യുതമാമയ്ക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച അദ്ദേഹത്തിനോട് സംസാരിക്കണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴും മാധവൻ എന്താണ്, അതിനും സാധിച്ചില്ല. ഓഫീസിൽ നിന്ന് ചിലർ വന്ന് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. ഉടനെ വരാമെന്ന് പറഞ്ഞാണ് പോയതെങ്കിലും ആ ദിവസം തീരാറായപ്പോഴാണ് മടങ്ങിയെത്തിയത്. ഞായറാഴ്ചയുടെ ചിത എരിയുന്ന നേരത്തെ എന്ന പ്രയോഗത്തിന് ബന്ധങ്ങളുടെ ചിത എരിയുന്നു എന്ന സൂചന കൂടിയുണ്ട്. അച്യുതമാമയുമായുള്ള മാധവന്റെ അവസാനത്തെ കണ്ടുമുട്ടലായിരുന്നു ആ ഞായറാഴ്ചത്തേത്. അവധി ദിവസം പോലും ബന്ധങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിഞ്ഞില്ല. എല്ലാവരും തിരക്ക് പിടിച്ച ജീവിത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ജോലി തിരക്കുകൾക്കിടയിൽ ജീവിക്കാൻ മറന്നു പോകുന്നതിന്റെ സൂചനയാണ് കഥാകൃത്ത് ഇവിടെ പങ്കുവെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കേരള പാഠാവലിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയൊക്കെയാണ്. അപ്പം മക്കൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അതുപോലെ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.